നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളിലെ കർഷകദ്രോഹ ശുപാർശകൾക്കെതിരെ കിസാൻ സഭ 1000 കർഷകരുടെ സത്യാഗ്രഹം സംഘടിപ്പിക്കും. ശിശുദിനത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ നടന്നു. ആത്മീയും ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രവും ചേർന്ന് സാങ്കേതിക വിദ്യാവാരാഘോഷം സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾ തള്ളിക്കളയണമെന്നും അർഹരായവർക്ക് പട്ടയം നൽകണമെന്നും റബ്ബർ ഏലം വിലയിടിവ് തടയണമെന്നും ആവശ്യപ്പെട്ട് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നവംബർ 14-ന് 1000 കർഷകരുടെ സത്യാഗ്രഹം സംഘടിപ്പിക്കും. കട്ടപ്പന പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലാണ് സമരം നടത്തുന്നത്. സംസ്ഥാന പ്രസിഡന്റ് വി ചാമുണി ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുമെന്ന് കിസാൻ സഭാ നേതാക്കളായ മാത്യു വർഗീസ്, KR ഷാജി, ജി സുകുമാരൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആ റിപ്പോർട്ട് നടപ്പാക്കിയാൽ ജില്ലയിൽ നിലവിലുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് തകരാറ് സംഭവിക്കുന്ന, ജനജീവിതം ദുസ്സഹമാക്കുന്ന നിർദ്ദേശങ്ങൾ തള്ളിക്കളയണം. ഉദാഹരണം, തേക്കടി മുതൽ മതികെട്ടാൻ ചോല വരെ റിപ്പോർട്ടിലെ നിർദ്ദേശം കമ്മ്യൂണിറ്റി റിസർവ്, ആ നിർദ്ദേശം നടപ്പാക്കാൻ കഴിയാത്ത നിർദ്ദേശമാണ്. അതുകൊണ്ട് ആ നിർദ്ദേശം തള്ളിക്കളയണം. കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ഈ റിപ്പോർട്ടിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മഹാസമ്മേളനങ്ങൾ വിളിക്കാതെ കൃഷിക്കാർ, കർഷക സംഘടനകൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ വിപുലമായ ചർച്ചാ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ഓരോ പ്രദേശത്തും ഇതെങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് പഠിച്ച് ദോഷവശങ്ങൾ തള്ളി ഗുണപരമായ വശങ്ങൾ സ്വീകരിച്ച് റിപ്പോർട്ട് നടപ്പാക്കണം എന്നുള്ളതാണ് കിസാൻ സഭയുടെ അഭിപ്രായം. നവംബർ 14-ലെ ശിശുദിനത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകളിൽ ആഘോഷങ്ങൾ നടന്നു. നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ ശിശുദിന ആഘോഷവും റാലിയും സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം മൈലക്കൊമ്പ് സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ ഒറോപ്പാക്കൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ കടവൻ അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റ് സജി ചെമ്പകശ്ശേരി, MPTA പ്രസിഡന്റ് സുമ ഷാജു, വിൽസൺ നെടുങ്കണ്ടേൽ തുടങ്ങിയവർ സംസാരിച്ചു. തൊടുപുഴ ജയറാണി കിൻഡർ ഗാർട്ടനിൽ വിവിധ ചടങ്ങുകളോടെ ശിശുദിനാഘോഷം നടത്തി. ശിശുദിന റാലി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി ഉദ്ഘാടനം ചെയ്തു.
ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ ഒരുക്കിയ എക്സിബിഷൻ നടന്നു. എക്സിബിഷൻ ആസ്വദിക്കാൻ മാതാപിതാക്കളും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിയിരുന്നു. മധുരപലഹാര വിതരണത്തോടെയാണ് ആഘോഷങ്ങൾ സമാപിച്ചത്. ഈ മാലാഖ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവിയും നല്ലൊരു ജീവിത വിജയവും ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരട്ടെ, നല്ല കുഞ്ഞുങ്ങളായിരിക്കട്ടെ, ദൈവഭയമുള്ളവരായിരിക്കട്ടെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം UKGD. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നടന്നുവരുന്ന മീഡിയ ക്ലബ് അവയവദാന പ്രചരണത്തിനു വേണ്ടി ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ക്ലബ് പ്രസിഡന്റ് സൂഫിയാൻ അലി, അഞ്ജന ഷാജു, ജോൺസ് ബെന്നി, അലീഷ ജാഫർ, ദീന ബെന്നി എന്നിവർ പറഞ്ഞു. നവംബർ 15-ന് 1:30-ന് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിഡ് ചെറമേൽ സന്ദേശം നൽകും. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിലാണ് പരിപാടി. അവയവദാനത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ എത്തിക്കുക, അവരെ അതിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് അവയവദാനം എന്ന പ്രോജക്റ്റിലേക്ക് ഞങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ളത്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കോട്ടയം ജില്ലാ കോർഡിനേറ്റർ ആയിട്ടുള്ള ജോഷി സാറ് ക്ലാസ് എടുത്തു. ഞങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു 50 വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടായിരുന്നു ഇതിന്റെ തുടക്കം. അങ്ങനെ ഞങ്ങൾ ക്ലാസ് എടുക്കുകയും അതിനുശേഷം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ കൊണ്ട് PTA മീറ്റിംഗിൽ സ്വന്തം രക്ഷകർത്താക്കൾക്ക് ക്ലാസ് എടുപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതിലുപരി അധ്യാപകർക്ക് വളരെയധികം പ്രചോദനമേകുന്ന രീതിയിൽ 10-20 വിദ്യാർത്ഥികൾ അതിന് തയ്യാറാവുകയും അങ്ങനെ ഞങ്ങൾ ക്ലാസ് നയിക്കുകയും ചെയ്തു. സമൂഹത്തിൽ ഒരു മാനവികത സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയുന്നുണ്ട്. അവയവദാനം മഹാദാനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തരത്തിലുള്ള ഒരു ആക്ട്, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് ഇന്ന് 1994 മുതൽ നിലവിലുണ്ട്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളിൽ നിന്നും നമ്മൾ അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള വൈരൂപ്യങ്ങളും സംഭവിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കരിമണ്ണൂർ നവജ്യോതി കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകളെക്കുറിച്ച് സംവാദം നടത്തി. പരിസ്ഥിതി പ്രവർത്തകൻ MN ജയചന്ദ്രൻ, DCC അംഗം മനോജ് കോക്കാട്ട്, AKCC രൂപതാ സെക്രട്ടറി ബിനു മണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജോസ് മാറാട്ടിൽ മോഡറേറ്ററായിരുന്നു. പരിസ്ഥിതിയും കർഷക താൽപര്യവും സംരക്ഷിച്ചുള്ള വികസനമാണ് വേണ്ടതെന്ന പൊതു അഭിപ്രായം യോഗത്തിൽ ഉയർന്നു. 1/1/87 മുമ്പുള്ള പട്ടയം കൊടുക്കണമെന്ന് 36 വർഷമായിട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ട്. ഇത് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് കൊടുക്കാൻ വേണ്ട നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടത് പാർലമെന്റും അസംബ്ലിയുമാണ്. അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. മറ്റൊന്ന്, ഒരു റിപ്പോർട്ടും അതിന് രവിചേട്ടൻ തർക്കം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു റിപ്പോർട്ടും മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പാക്കാറില്ല, ഒരിക്കലും നടപ്പാക്കിയിട്ടില്ല. കാരണം അതിന് ഒരുപാട് സാങ്കേതികവും നിയമപരമായ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ആക്കി എന്ന് പറഞ്ഞാൽ 1/1/77 പട്ടയം കൊടുക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. മറിച്ച് അതേപോലെ തന്നെ ഇപ്പോ ഈ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ നമ്മൾ ഓൾ പാർട്ടി കോൺഫറൻസിലും അസംബ്ലിയും എടുത്തു വെച്ചിരിക്കുന്ന ഒരു തീരുമാനത്തില് ആ തീരുമാനത്തിന് ഒരു ഫുട് നോട്ട് എഴുതിയാൽ മതി. 1/1/77 ആ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പട്ടയം കൊടുക്കണം. അത് ഈ റിപ്പോർട്ട് തടസ്സമല്ല. അതിന് ശേഷം നടപ്പാവുന്ന റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ അതിന് നിയമപരമായി ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഇടുക്കി പാർലമെന്റ് സീറ്റ് കേരള കോൺഗ്രസിന് നൽകണമെന്ന് KTUC സംസ്ഥാന സെക്രട്ടറി V മോഹനച്ചൻ, ജില്ലാ ജനറൽ സെക്രട്ടറി C ജയകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം വിലയിരുത്തുമ്പോൾ കേരള കോൺഗ്രസ് മത്സരിക്കുന്നതാണ് നല്ലത്. ഫ്രാൻസിസ് ജോർജ് മത്സരിച്ചാൽ UDFന് വിജയസാധ്യതയേറുമെന്നും അവർ പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ഇടുക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് നൽകുവാൻ UDF നേതൃത്വം തയ്യാറാണ്. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇടുക്കിയിൽ നടന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിന് നൽകണം.
കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് മൂലം പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് ജോർജ് മത്സരിച്ചാൽ UDFന് വിജയസാധ്യത കൂടുതലാണ്. ഫ്രാൻസിസ് ജോർജ് വന്നതിന് ശേഷമാണ് ഒരു ജനകീയ MP ഉണ്ടാവുകയും കർഷകരുടെയും മറ്റ് ഇതര എല്ലാ വിഭാഗം ആളുകളുടെയും താല്പര്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു നേതാവാണ് ഫ്രാൻസിസ് ജോർജ്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി കേരള കോൺഗ്രസിന് സീറ്റ് വിട്ടുകിട്ടണമെന്ന് UDFനോട് ഞങ്ങൾ ശക്തമായി അഭിപ്രായപ്പെടുന്നു. ആത്മീയം ചാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രവും ചേർന്ന് സാങ്കേതിക വിദ്യാ വാരാഘോഷം സംഘടിപ്പിക്കും. നവംബർ 20 മുതൽ 27 വരെ ശാന്തൻപാറ ബാപ്പുജി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലാണ് പരിപാടി. കാർഷിക സാങ്കേതിക പരിജ്ഞാനം പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകരായ ഡോക്ടർ ബെഞ്ചമിൻ മാത്യു, ഡോക്ടർ GS മധു, ഡോക്ടർ ബിനു ജോൺ, NG കാക്കാട് എന്നിവർ പറഞ്ഞു. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി ആത്മയായിട്ട് സഹകരിച്ചുകൊണ്ട് ബാബുജി കൃഷി വിജ്ഞാന കേന്ദ്ര ഈ വർഷത്തെ ടെക്നോളജി വീക്ക് സാങ്കേതിക വിദ്യാ വാരാഘോഷം ഞങ്ങൾ നവംബർ മാസം 20 മുതൽ 23 വരെ ബാബുജി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാബുജി കൃഷി വിജ്ഞാന കേന്ദ്ര എന്ന് പറയുന്നത് ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ന്യൂഡൽഹി ഇതിൻ്റെ ഓരോ ജില്ലയിലും പ്രവർത്തിച്ചു വരുന്ന കൃഷി അനുബന്ധ മേഖലയിൽ ആവശ്യമായിട്ടുള്ള വിദഗ്ധ ഉപദേശം കർഷകർക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ്. എല്ലാ ജില്ലയിലും ഓരോ കൃഷി വിജ്ഞാന കേന്ദ്രമാണ് പ്രവർത്തിക്കുന്നത്. ഈ കൃഷി വിജ്ഞാന കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൃഷി വിജ്ഞാന കേന്ദ്ര ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ചുകൾ, അതായത് നമ്മുടെ ഈ പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള കൃഷി രീതികൾ നമ്മുടെ ഇവിടുത്തെ രീതിയിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം, നമ്മുടെ റിസർച്ച് നമ്മുടെ ഗവേഷണ ഫലങ്ങൾ എങ്ങനെ കർഷകരിലോട്ട് നമുക്ക് എത്തിക്കാം എന്നുള്ള ഒരു പ്രവർത്തനമാണ് കൃഷി വിജ്ഞാന കേന്ദ്രമായിട്ട് ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളിലെ കർഷകദ്രോഹ ശുപാർശകൾക്കെതിരെ കിസാൻ സഭ 1000 കർഷകരുടെ സത്യാഗ്രഹം സംഘടിപ്പിക്കും. ശിശുദിനത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ നടന്നു. ആത്മീയം ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രവും ചേർന്ന് സാങ്കേതിക വിദ്യാ വാരാഘോഷം സംഘടിപ്പിക്കും. ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.